ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ വിവോന്റെ X200Fന്റെ സംഭവം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടും വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ നമ്മുടെ മെയിൻ ഗുഡ് ഹാപ്പൻസി എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മുടെ സാംസങ് S23 എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, സാംസങ്ങിന്റെ ഒരു ഫോണുകളും ഇപ്പോൾ വിശ്വസിച്ച് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാംസങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അത് ആരും അഡ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മെയിൻ മൂന്നാമത്തെ ചാനൽ ഇടുന്നുണ്ട്, ഞാൻ ഇന്ന് തന്നെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ചാനൽ തന്നെയാണ്. ഇതിൽ നമ്മൾ ഇന്ന് 2 വീഡിയോ വരുന്നുണ്ട്. ഈ സാംസങ്ങിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സിങ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഇത് ഫ്രോസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് കണ്ടു. അതിന്റെ കൂടെ കെട്ടിയ കേസാണ് ഇത്. ഞാൻ കേസ് ഊരിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. സംഭവം കൊള്ളാട്ടാ. ഇത് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാംസങ് ആമസോണിൽ നിന്ന്. എക്സ്ചേഞ്ച് പ്രോസസ്സ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ എയർ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ അവരുടെ ഒരു റാബിറ്റ് എക്സ്ചേഞ്ച് ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്യും. പിന്നെ ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ ചെക്ക് ചെയ്യും. അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. ഇത് നമുക്ക് അവർ ഓപ്പൺ ബോക്സ് ഡെലിവറി എന്നല്ല, ഫ്ലിപ്കാർട്ടിൻ്റെ പോലെ. ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ബോക്സ് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, നോർമലി നമ്മളെ X200 പ്രോൻ്റെ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സെയിം കണ്ടന്റുകളൊക്കെ തന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഓവർവ്യൂ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണാം. ഇൻബിൽഡായിട്ട് നമുക്ക് ഇതിനോട് സ്ക്രീൻ കാർഡും വരുന്നുണ്ട്, ഈ ഒരു കേസും വരുന്നുണ്ട്. ഈ കേസ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ബ്ലൂ വാങ്ങിക്കുകയാണെങ്കിൽ, ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് ചളിയാവും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഞാൻ എന്തായാലും കേസ് ഊരിട്ട് ഇതിൻ്റെ ഒറിജിനൽ കളർ കാണിച്ചു തരാം. ഇത് നമ്മുടെ iPhone 15 സീരീസിൽ അവർ കുറേ ബ്ലൂവും കളറൊക്കെ ഇറക്കില്ല, അതേപോലെ ഉണ്ട്. അറിയില്ല കണ്ടു, ഇത് ബ്ലൂ ആണെന്ന് മനസ്സിലാവില്ല. നമുക്ക് എഴുതി വയ്ക്കണം, അങ്ങനത്തെ സ്ഥിതിയിലാണ്. ഫ്രോസ്റ്റ് ബ്ലൂ എന്ന് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഫ്രോസ്റ്റ് ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല, ഐസിലൊക്കെ വരുന്നൊരു ബ്ലൂ ഉണ്ടല്ലോ, ആ ടൈപ്പാണ് സംഭവം. ഇതാരും അങ്ങനെ അൺബോക്സിങ് കാണുമെന്ന് ചെയ്യാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ ഓപ്റ്റ് ചെയ്തത്. പിന്നെ വൈഫിന് ഉപയോഗിക്കാനാണ്. യെല്ലോ പിന്നെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് ആമസോണിലൊക്കെ. അപ്പം ഇത് നല്ല സെയിൽസ് ആണെന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസും കോൺസൊക്കെ നമ്മൾ പറയാം. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോഴും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ എന്തായാലും വഴിയെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിൽ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലാക്കാൻ വിളിക്കൊന്ന് ഷെയർ ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആദ്യം തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കിഡിലൻ ഡിസ്പ്ലേ എന്ന് പറയാൻ കണ്ടു. ഡിസ്പ്ലേക്കൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല. നല്ല എന്താ പറയുക, ഇതിൻ്റെ സ്പെക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ അൺബോക്സിംഗ് വീഡിയോയിൽ ഇട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഓവർവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു യൂസേജുള്ള സംഭവമാണ് പറയാൻ പോകുന്നത്. ഡിസ്പ്ലേ ടോപ്പ് നോച്ചാണ്. മീഡിയ കൺസെപ്ഷൻ ആയിക്കോട്ടെ, എന്ത് കൺസെപ്ഷൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നങ്ങളും ഇല്ല, കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം. ഇതേ റേഞ്ചിൽ വരുന്ന നമ്മുടെ എവിടെ പോയത് ഇതേ റേഞ്ചിൽ വരുന്നതാണ് നമ്മുടെ 13S-ൻ്റെയും സെയിം രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ പറയാം. ഞാൻ ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് കണ്ടു. ഞാൻ സെപ്പറേറ്റ് വേറെ അത് ചെയ്യാം. രണ്ടും സെയിം സിമിലർ സൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മുടെ LTPO ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക 120 ഹെർട്സിൻ്റെ സെയിം കിഡിലൻ ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ്. ഓപ്പണിംഗ് ഒന്നും കുഴപ്പമില്ല കണ്ടു, ഫാസ്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഫിംഗർ പ്രിൻ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ മറക്കണ്ട. അത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ബഗ് ഇഷ്യൂ എന്താ സംഭവമാണെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ എത്രയും ടൈം എടുക്കാറില്ല. നോർമലി ഇത് കുറേ എറേഴ്സ് വരുന്നുണ്ട് നമ്മളൊരു ഫിംഗർ രജിസ്റ്റർ ചെയ്യുമ്പോൾ. അതെനിക്ക് ഞാൻ എടുത്ത് പറയേണ്ടത് തോന്നി. ഞാൻ 2-3 വട്ടം നോക്കിയപ്പോഴും സെയിം സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അല്ലാതെ പക്ഷം ഓപ്പൺ ചെയ്യാനും സംഭവം ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക ഫൺ ടച്ച് OS-ൻ്റെ ആണ്. ഫൺ ടച്ച് OS-ൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ Android 15 നമ്മുടെ എന്താ പറയുക ഫൺ ടച്ച് OS 15 ആണ് സാധനം വരുന്നത്. നമ്മുടെ 4 കൊല്ലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ വലിയ കാര്യമായിട്ടുള്ള പ്ലോട്ട് വോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇവരുടെ കുറച്ച് നമുക്ക് എന്താ പറയുക വിവോ സ്റ്റോർ, വിവോ ക്ലൗഡ്, അതിൽ കുറേ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഡിസേബിൾ ചെയ്ത് വെക്കേണ്ടി വരും. അല്ലാണ്ട് വലിയ മെയിനായിട്ടുള്ള ഗെറ്റ് ആപ്സ് പോലത്തെ നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊന്നും വൃത്തിയായിട്ട സാധനം ഞാൻ കണ്ടില്ല കേട്ടോ. അത് പറയുമ്പോൾ അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഈ X200 പ്രോയിൽ ഉണ്ടായിരുന്നു. അതൊരു എന്തായാലും മാറ്റിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. നല്ല കാര്യം. ഇതിൽ ഒറിജിൻ OS ഒക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. ഒറിജിൻ OS ഒന്നും ഇന്ത്യയിൽ വരുന്നില്ല കേട്ടോ, അത് കൺഫേം ആയിട്ടുണ്ട്. ഒറിജിൻ OS-ൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിലേക്ക് അവർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത്
ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ചാണ്. 6500 ബാറ്ററി വരുന്നുണ്ട്, MAH ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 80 90 ആണോ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ബാറ്ററി ഇതിൽ 6000 mAh ബാറ്ററി ഉണ്ടെന്ന് തോന്നുന്നില്ല, ഭയങ്കര നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോർമൽ വെയിറ്റ് തന്നെയുള്ളൂ, 190 159 വെയിറ്റാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സിമിലർ ടു നമ്മുടെ OnePlus 13s പോലെ തന്നെയാണ്, സിമിലർ വെയിറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിലും സംഭവത്തിലൊക്കെ ഒരു കുറവുകൾ കാര്യമൊന്നുമില്ല, ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റി. ബാറ്ററി നമ്മൾ ഇന്നലെ ഒരു എന്താ പറയുക, ഒരു 8 മണി ആ റേഞ്ചിൽ ഫുൾ ചാർജ് ചെയ്താണ്. എന്നിട്ട് അത്യാവശ്യം നമ്മൾ ഉപയോഗിച്ചത് എന്താ വെച്ചാൽ ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കുറേ ആപ്പുകളും സംഭവം ഞാൻ പറഞ്ഞല്ലോ, വൈഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ കമ്പനി ആപ്സുകളും കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻസ്റ്റാളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, പിന്നെ ബാക്കപ്പുകൾ എടുത്തിട്ട് തിരിച്ച് റീസ്റ്റോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഇന്നലെ കുറച്ച് സാധനം യൂസ് ആയിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് 84% ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ഇനീഷ്യലാണ്. എന്താ വെച്ചാൽ 1 വീക്ക് എടുക്കും ഈ സാധനം ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റായിട്ട് വരാൻ, ബാറ്ററി ബാക്കപ്പ് കൂടാൻ. അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് എന്തായാലും സുഖമായിട്ട് 2 ദിവസം കിട്ടുന്നതിൻ്റെ സാധ്യത ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക, ക്യാമറയെ കുറിച്ചാണ്. ക്യാമറ നമുക്ക് വരുന്നത് 50 8 മെഗാ പിക്സലാണ് ബാക്കിൽ. അത് എന്തിനാണ് ഒരു 8 മെഗാ പിക്സൽ വെച്ചാൽ അതൊരു 50 ആക്കിക്കൂടെ, 50 ആക്കായിരുന്നു നമ്മുടെ X200 ആക്കിയ പോലെ. ആ 8 മെഗാ പിക്സൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഈ 13s കാര്യം പറയുകയാണെങ്കിൽ അതിലിതില്ലല്ലോ, അപ്പോൾ ഇല്ല, അതിനായിട്ടും ബെറ്റർ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് അത്യാവശ്യം പ്രോസസ്സിങ് വരുന്നുണ്ട് കേട്ടോ, ടൈം എടുക്കുന്നുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ടൈം നമ്മുടെ ഗൂഗിൾ പിക്സലിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, അതേപോലത്തെ ഒരു ടൈം സാധനത്തിൽ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഈ നമ്മുടെ 13s അങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ, സ്നാപ്ഡ്രാഗൺ 8 ആണല്ലോ, ആ എടുത്തപ്പോൾ തന്നെ സാധനം ഇതിൽ അങ്ങനെ ഒരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ആ ടൈം എടുത്തു കഴിഞ്ഞ് കിട്ടുന്ന ഫോട്ടോ ഇതിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ. 13s ബെറ്റർ, 13s മോശം എന്നല്ല പറഞ്ഞാൽ 13s ബെറ്റർ ആണ് കാണാനും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ റെഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ എന്താ പറയുക, ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തിട്ട് കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ X200 Pro എടുത്ത പോലെയൊക്കെ തോന്നും, നല്ല ക്വാളിറ്റി കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് സൂമിങ് ആയിക്കോട്ടെ, നമ്മളൊരു 10x സൂം വരെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ബാക്കിയെല്ലാം പിന്നെ ഡിജിറ്റൽ സൂമ വരിക. അപ്പോൾ ഫോട്ടോസും കൊള്ളാം, വീഡിയോസും കൊള്ളാം. നമ്മുടെ എന്താ പറയുക, ഞാൻ ഇപ്പം തന്നെ വേണമെങ്കിൽ ലൈവായിട്ട് ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇവരുടെ എന്താ പറയുക സെയിം നമ്മുടെ ക്യാമറ UI എന്ന് പറയാനുള്ളത് സെയിം തന്നെയാണ്. ഇതിപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തു, ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ സ്റ്റുഡിയോ ലൈറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തു കേട്ടോ, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു ടൈം എടുക്കും സാധനം ഒന്നും ബൂസ്റ്റായിട്ട് വരാൻ. ഇതുപോലെയല്ല, നമ്മൾ പ്രത്യേകിച്ച് ഫ്രണ്ട് ക്യാമറയൊക്കെ എടുക്കുമ്പോൾ ഇതും നല്ല ക്വാളിറ്റി കിട്ടാം. കണ്ടോ, ക്വാളിറ്റിയിലും സംഭവത്തിനൊന്നും മോശമൊന്നുമില്ല. ഫ്രണ്ടിലും 50 മെഗാ പിക്സൽ തന്നെ വരുന്നത് ഉണ്ടോ, നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി കാണുന്നുണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി. 50 രൂപയുടെ റേഞ്ചിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോൺ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നത് 50 രൂപ റേഞ്ചിലാണല്ലോ. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക 55 ആണ് ശരിക്കുള്ള പ്രൈസ്. നമുക്ക് കാർഡ് ഡിസ്കൗണ്ടൊക്കെ 3000 രൂപ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് 50,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഫോൺ എന്ന് പറയാം. 12 GB 256 GB വേരിയൻ്റ് തന്നെയാണിത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ സാധനം പറയാം. പ്രത്യേകിച്ച് 3 സെൻസർ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല സെൻസർ വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഫോട്ടോസും കാണാനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇനീഷ്യൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് വേർത്തുന്ന വേണമെങ്കിൽ സാധനം പറയാട്ടോ. വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇനീഷ്യലായിട്ട് കുറച്ച് നോട്ടീസ് ചെയ്ത കുറച്ച് കോൺസ് എന്ന് പറയാനുള്ളത് ഈ ഒരു പ്രോസസ്സിങ് ടൈം വരുന്നുണ്ട്. പിന്നെ കളറാണ്, അത് എന്താ പറയുക ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്, അത് മാറും. പിന്നെ കോമ്പാക്ട് ഫോണാണല്ലോ, അപ്പോൾ അത് കോൺ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയാനുള്ളതിൽ USB 2.0 വരുന്നുള്ളൂ. മെയിൻലി നമുക്ക് ഡിസ്പ്ലേക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കുറേ നമ്മൾ പഴയ സാധനത്തിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് കുറച്ച് ഇഷ്യൂ ആയിട്ട് തോന്നി. അല്ലാത്ത പക്ഷം വലിയ ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് ഇനീഷ്യലി ഫീൽ ചെയ്ത 2 കോണുകൾ എന്ന് പറയാനുള്ളത്. പിന്നെ ഈ ലൈറ്റ് കൊള്ളാട്ടെ, അതിൽ നമുക്ക് പിന്നെ ഓറ ലൈറ്റ് എന്നൊരു സാധനമാണ്. നമുക്കിത് കളർ നമ്മുടെ ഇതൊക്കെ മാറ്റാം. നമ്മുടെ ഇപ്പോൾ എൻ്റെ ഈ സൈഡിലിരിക്കുന്ന ഇതൊക്കെ പോയി തന്നെ. ഇപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഇതിൽ ഈ ലൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് കളർ മാറ്റാൻ കേട്ടോ. ഇപ്പോൾ നമുക്കിത് വാം കളറാക്കാം, അപ്പോൾ നിങ്ങൾക്ക് വാം കളറായില്ലേ. അതേപോലെ നമുക്ക് ഈ സാധനത്തിൽ കളർ മാറ്റാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അത് കൊള്ളാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ നോർമൽ LED ലൈറ്റിനായിട്ട് നല്ലതാണെന്നുണ്ട്. എല്ലാവരും ഇങ്ങനത്തെ ലൈറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ മോഡുകളും സംഭവമൊക്കെ AI ഫീച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും എല്ലാ ഫോണിലും ഇപ്പോൾ ഉള്ള പരിപാടിയാണ്, അത് വേറെ കാര്യം. പിന്നെ നമുക്കിതിൽ എന്താ പറയാനുള്ളത്, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഞാൻ എന്താ നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയാനുള്ളത് നമ്മുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിലില്ല. അതുപോലെ തന്നെ eSIM സപ്പോർട്ടും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. eSIM സപ്പോർട്ട് ഇതിൽ വെക്കായിരുന്നു. അതായത് നമ്മുടെ OnePlus 13s eSIM സപ്പോർട്ട് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ.
ഉണ്ടെന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ നമ്മളൊരു ജിയോ സിം ഞാൻ ഈ സിമ്മാണ് എത്ര കാലം നമ്മുടെ S23 ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇനി ഇതിൽ കിട്ടണമെങ്കിൽ നമ്മളത് ഫിസിക്കൽ സിം ആക്കി കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ജിയോ സ്റ്റോറിൽ പോയിട്ട് അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്തു. 55,000 രൂപയ്ക്ക് അവർ ഈ സിം സപ്പോർട്ട് കൊടുത്തിട്ടില്ല. വയർലെസ് ചാർജിങ് പോട്ടെ, പിന്നെ ഞാൻ വയർലെസ് ചാർജിങ് ഒന്നും ഉപയോഗിക്കാറില്ല. എന്ന് വെച്ചാൽ നോർമലി വയർലെസ് ചാർജിങ് ബാറ്ററിക്കൊന്നും നല്ലതല്ല. അതാണ് മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള കുറച്ച് കോൺസുകൾ. മെയിനായിട്ടുള്ള കോൺസുകൾ അത് തന്നെയുള്ളൂ പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഇനീഷ്യലായാലും നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കോൺസുകൾ അതാണ്. പിന്നെ നമ്മുടെ പെർഫോമൻസ് ഓറിയന്റഡ് നോക്കി കഴിഞ്ഞാൽ 9300 പ്ലസ് എന്ന് പറഞ്ഞാൽ മീഡിയടെക്കിൻ്റെ പ്രൊസറാണ് വരുന്നത്. വലിയ പ്രോബ്ലം ഒന്നും ഇല്ല, നമുക്ക് ഗെയിമിംഗ് കാണാനൊക്കെ കളിക്കാനൊക്കെ പറ്റും. പക്ഷേ എന്നാലും ഒരു നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 അടുത്തൊക്കെ ഒന്നും എത്തില്ല എന്നുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. 20,000 എന്താ പറയുക 20 lakhs താഴെയാണ് നമുക്ക് ആൻഡ്രോയിഡ് സ്കോർ ഞാൻ അങ്ങനെ നോക്കാറില്ല. അത് വെറും വേസ്റ്റാണ് സംഭവം. ഈ ബെഞ്ച് മാർക്കും സംഭവമൊക്കെ ചുമ്മാ വേസ്റ്റ് പരിപാടിയാണ്. അത് നോക്കിയിട്ട് നമുക്കൊന്നിനെ അളക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇനീഷ്യൽ സംഭവം വെറുതെ ചുമ്മാ ഒന്നും നോക്കാണ്ട് നമുക്കൊരു സംഭവം അറിയാൻ മാത്രം, അതിൻ്റെ പവർ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും കൊടുക്കുന്ന പ്രൈസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാല്യൂ തരുന്നുള്ളൊരു ഫോൺ തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഫോൺ ഇപ്പോൾ വാങ്ങിക്കാൻ താല്പര്യം നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ 1 year വാറണ്ടി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ മാസം ഉള്ളിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എക്സ്ട്രാ 1 year വാറണ്ടി കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് അത് സാംസങ് ശരിക്കും നോർമലി വിവോ എക്സ്റ്റൻഡ് വാറണ്ടി സെപ്പറേറ്റ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. നിങ്ങൾ ഇതുപോലെ ഓഫർ ടൈമിൽ വാങ്ങിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ OnePlus-ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ വാങ്ങിക്കാൻ പറ്റും എക്സ്റ്റൻഡ് വാറണ്ടി, ഒഫീഷ്യൽ എക്സ്റ്റൻഡ് വാറണ്ടി. വലിയ റൈറ്റും ഇല്ല. ഇത് നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസം തന്നെ വാങ്ങിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഗസ്റ്റ് 1 തൊട്ട് സെയിൽസ് വരുന്നുണ്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും. ഈ സാധനത്തിന് എന്തായാലും ഒരു പ്രൈസ് ഡിഫറൻസും വരാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഇതിന് മാത്രമല്ല OnePlus 13s ഈ പ്രാവശ്യം വരാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ പുതിയ ഫോണുകളാണ്, അവർ ഇപ്പോൾ തന്നെ ഇതിന് പ്രൈസ് ഒന്നും കുറയ്ക്കില്ല. കുറയ്ക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ചിലപ്പോൾ 13s കുറയാൻ ഒരു സാധ്യതയില്ല കേട്ടോ. ചിലപ്പോൾ ഒരു 5% സാധ്യത വന്നാൽ തന്നെ ചിലപ്പോൾ വല്ല 1000 രൂപ എന്തെങ്കിലും വല്ല കാർഡ് ഓഫർ എക്സ്ട്രാ വയ്ക്കും. അതല്ലാണ്ട് ഒരു ചാൻസ് നമ്മളിപ്പോൾ ഇതിന് കാണുന്നില്ല. എന്ന് വെച്ചാൽ പുതിയ ഫോണുകളാണ്, അതിപ്പോൾ ഒരു കുറയ്ക്കാനുള്ള ഒരു ഉദ്ദേശമില്ല. പഴയ ഫോണുകൾക്കാണ് നോർമലി ഓഫർ വരിക. അപ്പോൾ എന്തായാലും നമുക്ക് ആമസോണിൽ സെയിൽസ് വരുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ സെയിൽസ് വരുന്നുണ്ട് ഓഗസ്റ്റിൽ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും സ്മാർട്ട് ഫോൺ ഓഫർ വരും. പിക്സൽ സീരീസുകൾക്കൊക്കെ എന്തായാലും ഓഫർ വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ കൺഫേം ആയിട്ടുണ്ട്. Pixel 9 അത്യാവശ്യം കുറയും, Pixel 9 Proനും കുറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട്, 84-85 Pixel 9 Proന് പ്രൈസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ. അത് പക്ഷേ സോൾഡ് ഔട്ട് ആയെന്നുകൊണ്ടല്ല, പക്ഷേ അത് നല്ല പ്രൈസാണ്. ആ പ്രൈസിൽ വലിയ കുഴപ്പമൊന്നുമില്ല. വിത്തൗട്ട് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കാർഡ് ഡിസ്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറയും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ലെങ്തി ആക്കുന്നില്ല, നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.